ഹലോ നമസ്കാരം. ഞാൻ കവിത സുധാകരൻ. ഇന്ന് 2 പഴഞ്ചൊല്ല് പറയാട്ടോ. താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ചയുമുണ്ട്. അതായത് ശുശ്രൂഷിക്കാൻ ആളുണ്ടെങ്കിൽ ഇല്ലാത്ത രോഗമുണ്ടെന്ന് ഭാവിക്കും. ചിലർ നിസ്സാരമായ ജലദോഷം വന്നാൽ പോലും വലിയ ആലസ്യം നടിച്ച് കിടക്കുന്നതായി കാണാം. അവരെ ശ്രദ്ധിച്ചാൽ അറിയാം അവർക്ക് ശുശ്രൂഷയ്ക്ക് ആളുണ്ടെന്ന്. ആ താങ്ങ് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ തളർച്ച നടിക്കുന്നത്. സഹായികളായി ആരുമില്ലെന്ന് വരികിൽ രോഗം നിസ്സാരമാക്കി അവർ പണിയെടുക്കുന്നതായി കാണാം. ആലസ്യം ഭാവിച്ചു കിടന്നാൽ അവർക്ക് പട്ടിണി തന്നെ ശരണം. സഹായികൾ ഉള്ളവർക്കാണെങ്കിൽ തളർച്ചയുമായി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഭക്ഷണവും ശുശ്രൂഷയും ശരിയായി ലഭിക്കുമെന്നതിനു സംശയമില്ല. അപ്പോൾ ചിലരുടെ തളർച്ചയെല്ലാം താങ്ങിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. അടുത്തത് തത്തമ്മേ പൂച്ച പൂച്ച. വെറുതെ അനുകരിക്കുക. തത്തമ്മയെ വളർത്തുന്നവർ അതിനെ എന്തെല്ലാമാണോ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് അത് തന്നെ തത്തമ്മ പറഞ്ഞുകൊണ്ടിരിക്കും. തെറ്റും ശരിയും വിവേചിച്ചറിയാനുള്ള കഴിവൊന്നും അതിനില്ലല്ലോ. അതിനാൽ അത് സ്ഥാനത്തും അസ്ഥാനത്തും അനുകരിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ നമ്മളിൽ ചിലരും പലരെയും അനുകരിക്കുന്നത് കാണാം. ചില കുട്ടികൾ പാഠം പഠിക്കുന്നത് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് തത്തമ്മ പറഞ്ഞു പഠിക്കുന്ന രീതിയിലാണ്. പാഠം മനസ്സിലാക്കി സ്വന്തം ഭാഷയിൽ ഉത്തരം എഴുതാനാണ് കുട്ടികൾ ശീലിക്കേണ്ടത്. കടന്നൽ കൂട്ടിൽ കല്ലെറിയരുത്. ആപത്ത് ക്ഷണിച്ചു വരുത്തരുത് എന്നാണ് അർത്ഥം കേട്ടോ. കടന്നൽ നമ്മെ കുത്തി ദ്രോഹിക്കുന്ന ജീവിയാണ്. അതിൻ്റെ കുത്തേറ്റാൽ കടച്ചിലും വേദനയും ഉണ്ടാകും. നീര് വന്ന് വീർക്കുകയും ചെയ്യും. കൂടുതൽ എണ്ണം കുത്തുകയാണെങ്കിൽ മരണവും സംഭവിച്ചേക്കാം. അവയെ ഉപദ്രവിക്കാൻ ചെല്ലുമ്പോഴാണ് അവ നമ്മെ ഉപദ്രവിക്കാൻ വരുന്നത്. നമ്മൾ കൂട്ടിലേക്ക് കല്ലെറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുകയെന്ന് ഊഹിക്കാമല്ലോ. ആപത്ത് ക്ഷണിച്ചു വരുത്തലാണത്. ഇങ്ങനെ ആപത്ത് മനഃപൂർവ്വം വരുത്തുന്നത് വിഡ്ഢിത്തമാണ്. ഓളം നിന്നിട്ട് കടലിൽ ഇറങ്ങാമോ? അസാധ്യമായ കാര്യത്തെപ്പറ്റി ഓർക്കാതിരിക്കുക. കടലിലെ ഓളം ഒരിക്കലും അവസാനിക്കാത്തതാണ്. അത് നിലച്ചിട്ട് കടലിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. അസാധ്യമായ കാര്യത്തെപ്പറ്റി ചിന്തിച്ച് തല പുണ്ണാക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദുഃഖങ്ങളും തീർന്നിട്ട് ജീവിതം ആരംഭിക്കാമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമായിരിക്കും. സുഖദുഃഖങ്ങൾ സമ്മിശ്രമാണ്. അത് വന്നും പോയും ഇരിക്കും. പ്രശ്നങ്ങളെല്ലാം അവസാനിക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ കാര്യം നടക്കുകയില്ല. തഞ്ചം പോലെ പ്രവർത്തിച്ചാൽ മാത്രം മതി. ഇറങ്ങിയാൽ കടലിൽ ഓളത്തിനനുസരിച്ച് നിൽക്കണമെന്ന് മാത്രം. അതുപോലെ ജീവിതത്തിലും ചില വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടിരുന്നാൽ പൊരുത്തപ്പെട്ടു പോകാം. ഏറെ ചിത്രം ഓട്ടപാത്രം. പുറം മോടി നന്മയുടെ അളവുകോലല്ല. പുറമേ കാണുന്ന അഴകാണ് നന്മയുടെ മാനദണ്ഡമായി പലരും കണക്കാക്കുന്നത്. ഇത് ശരിയല്ല. നല്ല വേഷവിധാനം കണ്ട് അയാൾ നല്ലവനും സംസ്കാര സമ്പന്നനുമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പലരുമുണ്ട്. കള്ളന്മാർ ഇത് മുതലെടുക്കാനും ശ്രമിക്കുന്നുണ്ട്. നല്ല വേഷം മാന്യതയുടെ അടയാളമായി ഭൂരിപക്ഷം പേരും കണക്കാക്കുന്നത് കൊണ്ട് നാം ഭംഗിയായി ഉടുത്തൊരുങ്ങി വരുന്നവരെ ഒരു തരത്തിലും സംശയിക്കുന്നില്ല. അതിനാൽ അവർ അത് മുതലെടുക്കുന്നു. നേരെ മറിച്ച് അത്രയൊന്നും പകിട്ടില്ലാത്ത വേഷമണിഞ്ഞവനെ വെറും അപരിഷ്കൃതനെന്ന് ഗണിച്ച് സംശയദൃഷ്ടിയോടെ നാം വീക്ഷിക്കുന്നു. സംസ്കാരം, നന്മ എന്നിവയുടെ മാനദണ്ഡം വേഷം പകിട്ടിലല്ല എന്നു നാം ധരിക്കണം. അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന ചൊല്ലിന് ഇതേ അർത്ഥമുണ്ട്. ഉള്ളതുകൊണ്ട് ഓണം. ആശയ്ക്കതിരില്ല. കുറച്ചേ ഉള്ളുവെങ്കിലും അതിൽ സംതൃപ്തി കൊള്ളുക. ആശയ്ക്കതിരില്ല. അത് മേൽക്കുമേൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഉള്ളതുകൊണ്ട് സംതൃപ്തരാകാത്തവരാണ് പലരും. ആശയാണ് നിരാശയ്ക്കിടവരുത്തുന്നത്. വലിയ വലിയ ആഗ്രഹങ്ങൾക്ക് വിധേയരായാൽ നാം നിരാശപ്പെടേണ്ടി വരും. അതുകൊണ്ട് ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടുക. കൊക്കിലൊതുങ്ങിയത് കൊത്തുക. കുറഞ്ഞ ചുറ്റുപാടിലും സംതൃപ്തിയുള്ളവരായി തീരണം. അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശീലിക്കുന്നത്
മനസ്സുഖത്തോടെ ജീവിക്കുന്നതിന് ആവശ്യമാണ്. നമ്മേക്കാൾ ഉന്നതരായവരിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ദുഃഖിതരാകേണ്ടി വരുന്നത്. താഴേക്ക് നോക്കുമ്പോൾ നാം എത്ര ഭാഗ്യശാലികളാണെന്ന് ബോധ്യമാകും, മനസ്സുഖമുള്ളവരാകും. ഉത്സാഹമുണ്ടെങ്കിൽ അത്താഴം ഉണ്ണാം. പരിശ്രമിച്ചാൽ കാര്യം നേടാം. അത്താഴം ഉണ്ണണമെന്ന മോഹം മാത്രം ഉണ്ടായാൽ പോരാ, അതിനുള്ള പരിശ്രമവും കൂടിയേ തീരൂ. അധ്വാനിക്കാതെ ഒന്നും നേടാൻ സാധിക്കുകയില്ല. മോഹിച്ചതുകൊണ്ട് മാത്രം ഒന്നും നേടുകയില്ല. അതിനുള്ള പരിശ്രമം അത്യന്താപേക്ഷിതമാണ്. ഉത്സാഹം കൊണ്ട് നേടാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല. തീവ്രമായ ആഗ്രഹവും അതോടൊപ്പം നിരന്തരമായ പരിശ്രമവും ഉണ്ടെങ്കിൽ കാര്യസാധ്യം സുഗമമാകും. ആഗ്രഹം മാത്രമായാൽ ഒന്നും കരഗതമാവുകയില്ല. അലസത ഏതു രംഗത്തും നേട്ടമുണ്ടാക്കുകയില്ല. അതിനാൽ നമ്മൾ ഉത്സാഹശീലരായി ജീവിക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ സുഗമമായ ജീവിതം കൈവരിക്കാനാകൂ. പരിശ്രമിച്ചാൽ കാര്യം നേടാം. ഇതൊക്കെ പഴഞ്ചൊല്ലുകളാണ് കേട്ടോ. ഉണ്ടവനറിയില്ല ഉണ്ണാത്തവൻ്റെ വിശപ്പ്. സുഖിച്ചു കഴിയുന്നവനെ പാവങ്ങളുടെ ദുഃഖം അറിയില്ല. വിശന്നവനെ വിശപ്പിൻ്റെ വിലയറിയൂ. നിത്യവും സുഭിക്ഷമായി ഉണ്ണുന്നവന് ഉണ്ണാനില്ലാത്തവൻ്റെ വേദന അറിയാൻ കഴിയില്ല. ഇല്ല ദാരിദ്ര്യാർത്തിയോളം വലുതായിട്ടൊരാർത്തിയുമെന്ന് രാമപുരത്തു വാര്യർ കുചേല പത്നിയെക്കൊണ്ട് പറയിക്കുന്ന വരി ഇവിടെ സ്മർത്തവ്യമാണ്. കഷ്ടപ്പാടുകളാണ് ശരിയായ ഗുരുനാഥന്മാർ. അനുഭവ പാഠത്തേക്കാൾ വലിയ അറിവ് ഒരിടത്തു നിന്നും കിട്ടാനില്ല. പരദുഃഖം മനസ്സിലാകണമെങ്കിൽ അത്തരം ദുഃഖം കുറച്ചെങ്കിലും അനുഭവിച്ചിരിക്കണം. ഏതുതരം കഷ്ടപ്പാടുകളുടെയും തീവ്രത മനസ്സിലാകണമെങ്കിൽ അത് സ്വാനുഭവത്തിലൂടെ മാത്രമേ കഴിയൂ. ഇറക്കമുണ്ടെങ്കിൽ ഏറ്റവുമുണ്ട്. കഷ്ടകാലത്തിനൊരു നല്ല കാലവും വരും. ഭൂമി സമനിരപ്പായിട്ടല്ല സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇറക്കമുണ്ടെങ്കിൽ പിന്നെ കയറ്റവും ഉണ്ടാകും. സുഖദുഃഖങ്ങളും ശീതോഷ്ണങ്ങളും ഏറ്റിറക്കങ്ങളും രാപ്പകലുകളും എല്ലാം ഇടകലർന്ന പ്രപഞ്ചമാണ് നമ്മുടേത്. ദുഃഖിതൻ്റെ കണ്ണീരിനും അറുതിയുണ്ടാകും. സുഖലോലുപിന് എന്നും സുഖസമൃദ്ധി പ്രതീക്ഷിക്കേണ്ടതില്ല. രാവിനൊരു പകൽ കാണാതിരിക്കില്ല. എക്കാലവും ഒരേ നില തുടരുമെന്ന് കരുതി ദുഃഖിക്കാനോ ആനന്ദിക്കാനോ പാടില്ല. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു ചേർക്കുന്നതും 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഈശ്വരനാണ് എന്ന ഭക്തകവി പൂന്താനത്തിൻ്റെ വാക്കുകൾ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കാവുന്നതാണ്. താങ്ക് യു.